സീറ്റ് പ്രതിസന്ധി നിലനിൽക്കെ സംസ്ഥാനത്ത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസുകൾ ഇന്ന് ആരംഭിക്കും. 2076 സ്കൂളുകളിലാണ് ഇന്ന് +1 ക്ലാസുകൾ ആരംഭിക്കുന്നത്. ക്ലാസ് ആരംഭിക്കുമ്പോഴും മുഴുവൻ A+ ലഭിച്ചവരടക്കം മലബാറിലെ 83,133 വിദ്യാർത്ഥികൾ സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കുകയാണ്. സമഗ്ര വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. കോഴിക്കോട് നിന്ന് ഇർഫാൻ ഇബ്രാഹിം സേഠ് ചേരുന്നുണ്ട്. ഇർഫാൻ, പല ജില്ലകളിൽ പല രീതിയിൽ പ്രതിഷേധം നടക്കുകയാണ്. സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഇന്ന് SFIയുടെ നേതൃത്വത്തിൽ അധിക ബാച്ച് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരവും നടക്കുന്നു. ഇതെല്ലാം നിലനിൽക്കുമ്പോഴാണ്, സീറ്റ് പ്രതിസന്ധി എല്ലാം നിൽക്കുമ്പോൾ സംസ്ഥാനത്ത് ഇന്ന് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസുകൾ ആരംഭിക്കുകയാണ്. എങ്ങനെയാണ് ഇന്നത്തെ ക്ലാസുകൾ? എന്താണ് നിലവിലെ സാഹചര്യം? സീറ്റ് പ്രതിസന്ധി നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഹയർ സെക്കൻഡറി പ്രവേശനോത്സവമായി നടത്താൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ആക്ഷേപം ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനും പൊതുവിദ്യാഭ്യാസ വകുപ്പിനും ഉണ്ടായിട്ടുണ്ട്. സീറ്റ് പ്രതിസന്ധി നിൽക്കുമ്പോഴും പല വിദ്യാർത്ഥികളും, മുഴുവൻ A+ ലഭിച്ച പല വിദ്യാർത്ഥികളും പുറത്ത് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ പ്രവേശനം നടക്കുക. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മോഡൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. വലിയ രീതിയിലുള്ള സജ്ജീകരണവും സന്നാഹങ്ങളുമായിട്ടാണ് പുതിയ വിദ്യാർത്ഥികളെ ഈ സ്കൂളിലേക്ക് ആനയിക്കാനും സ്വീകരിക്കാനും ഇവിടുത്തെ അധ്യാപകരും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പും നിശ്ചയിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് 2076 സ്കൂളുകളിലാണ് ഇന്ന് +1 ക്ലാസുകൾ ആരംഭിക്കുക. മുഴുവൻ A+ ലഭിച്ച മലബാറിലെ 83,133 വിദ്യാർത്ഥികൾ സീറ്റ് ലഭിക്കാതെ ഇപ്പോഴും പുറത്ത് നിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രവേശനോത്സവം നടത്തുന്നത്. SFI ഉൾപ്പെടെയുള്ള വിവിധ വിദ്യാർത്ഥി സംഘടനകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ട്. മലപ്പുറത്ത് SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർക്കാരിനെതിരെയും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിനെതിരെയും സമരം നടന്നൊരു സാഹചര്യമുണ്ട്. കോഴിക്കോട് KSU RRD മാർച്ച് 9:30 പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫ്രട്ടേണിറ്റിയും ABVP ഉള്ള MSF ഉൾപ്പെടെയുള്ള ചെറു സംഘടനകളും ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തുന്നൊരു സാഹചര്യമുണ്ട്. നമുക്ക് വിദ്യാർത്ഥികളോടും അതോടൊപ്പം തന്നെ അവരുടെ മാതാപിതാക്കളോടും ചോദിക്കേണ്ടതുണ്ട്. മുഴുവൻ A+ കിട്ടിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പുറത്തു വയ്ക്കുമ്പോഴാണ് നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചിട്ടുള്ളത്. അതിൻ്റെ സന്തോഷം എങ്ങനെയുണ്ട്? നല്ല സന്തോഷമുണ്ട്. പുതിയ ക്ലാസ് തുടങ്ങുകയാണ്, പുതിയ അധ്യയന വർഷത്തിലേക്ക്, പുതിയ സ്കൂളിലേക്ക് വരികയാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? നല്ല പഠിക്കണം. വലിയ രീതിയിലുള്ള പ്രതീക്ഷകളുമായിട്ടാണ് ഈ വിദ്യാർത്ഥികളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുള്ളത്. എങ്ങനെയുണ്ട്? പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ്, പ്രതീക്ഷയുണ്ടോ? എന്താണ് തോന്നുന്നത്? സന്തോഷം. സീറ്റ് കിട്ടിയല്ലോ, എത്ര ആൾക്ക് സീറ്റ് കിട്ടാത്തപ്പോൾ. പല വിദ്യാർത്ഥികളും പുറത്ത് നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ചത്. കൂട്ടുകാർ ആരെങ്കിലും സീറ്റ് കിട്ടാതെ പുറത്ത് നിൽക്കുന്ന ആളുകളുണ്ടോ? ഇല്ല, എൻ്റെ അറിവിലില്ല. ഇപ്പോൾ എൻ്റെ അറിവിലില്ല. എന്താണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? എന്താണ്? നല്ല പ്രതീക്ഷ ഉണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ട്. കൂട്ടുകാർക്ക് ഉൾപ്പെടെ സീറ്റ് കിട്ടാത്ത ഒരു സാഹചര്യമുണ്ടോ? ഇല്ല, എൻ്റെ അറിവിൽ എല്ലാവർക്കും സീറ്റ്, മാനേജ്മെൻറ്റ് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. പല വിദ്യാർത്ഥികളും, മുഴുവൻ A+ ലഭിച്ച വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പല വിദ്യാർത്ഥികളും മാനേജ്മെൻറ്റ് സീറ്റിൽ ഉൾപ്പെടെ പ്രവേശനം നേടുന്നൊരു സാഹചര്യമുണ്ട്. ഇവിടെ ഏതായാലും വലിയ രീതിയിലുള്ള സന്നാഹങ്ങൾ തന്നെയാണ് ഈ പല സ്കൂളുകളിലും അതിഥികളായ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ, പുതുതായി പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. SFI, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ SFI മലപ്പുറം ജില്ലാ കമ്മിറ്റി സംസ്ഥാന ദേശീയ ഭാരവാഹികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടന്നൊരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു തീജ്വാല സംസ്ഥാനത്ത് ആളിപ്പടരുന്നൊരു സാഹചര്യമുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കനക്കുന്നൊരു സാഹചര്യമുണ്ട്. അധിക +1 ബാച്ചുകൾ മലപ്പുറത്ത് ഉൾപ്പെടെ അനുവദിക്കണം എന്നുള്ളതാണ് SFI ഉൾപ്പെടെയുള്ള ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടന, SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനയുടെ ഒരു ആവശ്യം. ASFും കാര്യമായൊരു പ്രതിഷേധവും അതോടൊപ്പം തന്നെ ഒരു പ്രതിഷേധവുമായി രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാവുന്ന പോലെ തന്നെ ആളുകളെല്ലാം എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. വിദ്യാർത്ഥികളെല്ലാം 9 മണി അല്ലെങ്കിൽ 9:00 കൂടിയാണ് ഇത്തരത്തിൽ പുതിയ ക്ലാസുകൾ ആരംഭിക്കുക. സംസ്ഥാന തലത്തിൽ മന്ത്രി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലാണ് വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്നൊരു പ്രവേശന ഉത്സവം നടക്കുക. ഏതായാലും ജൂൺ 25 മലപ്പുറം ജില്ലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാർത്ഥി സംഘടനയുടെ ഒരു യോഗമൊക്കെ ചേർന്നൊരു സാഹചര്യമുണ്ട്. പല വിദ്യാർത്ഥികളും പുറത്തു നിൽക്കുന്നൊരു സാഹചര്യം, മാതാപിതാക്കളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. പല വിദ്യാർത്ഥികൾക്കും സീറ്റ് ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവിടെ പ്രവേശനം നേടുന്നത്. മക്കളൊക്കെ വന്നിട്ടുണ്ടല്ലോ അല്ലേ? എന്ത് തോന്നുന്നു? അവരുടെ പ്രതീക്ഷ എങ്ങനെയാണ്? മോനാണ് കിട്ടുന്ന പുറത്ത് അവിടെ അടുത്ത് കിട്ടുന്നുള്ള പ്രതീക്ഷയുണ്ട്.
ഇനിയിപ്പോൾ ഏതായാലും സീറ്റ് മാറുന്ന ഒരു സാഹചര്യം. ഈ സ്കൂള് ദൂരെ ലഭിച്ച ആളുകളുണ്ട്. അലോട്ട്മെൻറ്റിലെ അപാകതകൾ പലരും ഉന്നയിക്കുന്നൊരു വിഷയം തന്നെയാണ്. തങ്ങളുടെ സ്കൂളിന് അടുത്ത് ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കനക്കുമ്പോൾ തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ ഉടനീളം 2076 സ്കൂളുകളിൽ ഇന്ന് +1 പ്രവേശനം നടക്കുക. വീണ ഇർഫാൻ ഇബ്രാഹിം, എന്തായാലും നമുക്കറിയാവുന്നതുപോലെ നാളെ വിദ്യാഭ്യാസ മന്ത്രിയുമായി ഈ വിദ്യാർത്ഥി സംഘടനകൾ നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഒരു ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സർക്കാരിനെയൊക്കെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടാണ് ഈ വിദ്യാഭ്യാസ സംഘടനകൾ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് പ്രതിഷേധം. ഇന്ന് SFIയുടെ നേതൃത്വത്തിൽ അധിക ബാച്ച് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവരും പ്രതിഷേധിക്കുന്നത്. അപ്പോൾ ഈ പ്രതിഷേധങ്ങളെല്ലാം നടക്കുമ്പോൾ 83,133 വിദ്യാർത്ഥികൾ സീറ്റ് ലഭിക്കാതെ ഇപ്പോഴും പുറത്തു നിൽക്കുകയാണ്. ഈ ചർച്ചയിൽ എന്തെങ്കിലും ഒരു തീരുമാനമാകാൻ സാധ്യതയുണ്ടോ നാളെ? SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ സർക്കാരിനെതിരെ സമരം ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ അതോടൊപ്പം തന്നെ സർക്കാരിനെയും സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ വിദ്യാർത്ഥി സംഘടനയെല്ലാം തന്നെ സമരവുമായി പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. ഏതായാലും മലബാറിലെ വിഷയങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നാളെ മന്ത്രിയുടെ തല യോഗം ചേരുന്നുണ്ട്. ഇതിലൊരു പരിഹാരമുണ്ടാവും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ സമ്മർദ്ദത്തിനൊടുവിൽ അധിക ബാച്ച് +1 അനുവദിക്കും എന്ന് തന്നെയാണ് വിദ്യാർത്ഥി സംഘടനയുടെ പ്രതീക്ഷ. അതല്ലെങ്കിൽ തുടർ സമരവുമായി ശക്തമായ സമര പോരാട്ടങ്ങളുമായി രംഗത്തും അല്ലെങ്കിൽ കടന്നു പോകാനാണ് വിദ്യാർത്ഥി സംഘടനയുടെ തീരുമാനം എന്നാണ് അറിയുന്നത്. പ്രതിസന്ധി നിലനിൽക്കെയാണ് സംസ്ഥാനത്ത് ഇന്ന് 1ാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസുകൾ ആരംഭിക്കുന്നത്. 2076 സ്കൂളുകളിലാണ് ഇന്ന് +1 ക്ലാസുകൾ ആരംഭിക്കുന്നത്. ഒപ്പം തന്നെ 83,133 വിദ്യാർത്ഥികൾ ഇന്ന് +1 ക്ലാസുകൾ ആരംഭിക്കുമ്പോഴും സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കുകയാണ്. എന്തായാലും ഇന്ന് പഠിക്കാനൊരുങ്ങുന്ന കുട്ടികൾക്ക് വിജയാശംസകൾ നേരുകയാണ്. ഒപ്പം തന്നെ സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഉടനടി സീറ്റ് ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു.